എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിലവാരമില്ലാത്ത ആളുകളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും ലക്ഷണങ്ങളും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലോ ക്വാളിറ്റി ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സമ്പന്നരായവരിലും ലോ ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട്, ദരിദ്രരായ ആളുകളിലും ലോ ക്വാളിറ്റി ഉള്ളവരുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈ ക്വാളിറ്റി ആളുകളും ദരിദ്രരുടെ ഇടയിലും ഉണ്ട്, സമ്പന്നരുടെ ഇടയിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ അതിന് ഒരു സമ്പത്തൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല, മറിച്ച് ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഒരു വ്യക്തിയുടെ സംസാര രീതി എന്താണ്, അയാളുടെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ ഒരു ക്വാളിറ്റി നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലോ ക്വാളിറ്റി ഉള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്നതെന്ന്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉടൻ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും മറക്കണ്ട. ഒന്നാമതായിട്ട്, നിലവാരമില്ലാത്ത വ്യക്തികൾക്ക് ആരോടും ഒന്നിനോടും ഒരു നന്ദിയും ഉണ്ടാവില്ല, ഒരു കടപ്പാടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു 99 പ്രാവശ്യം നന്മ ചെയ്തു കൊടുത്തെങ്കിൽ ഈ 100ാമത്തെ പ്രാവശ്യം ഇവരെന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങ് മാറും. ആ 99 പ്രാവശ്യം കൊടുത്ത നന്മയും ഉപകാരവും എല്ലാം അവർ മറക്കും. 100ാമത്തെ ഒറ്റ പ്രാവശ്യം അവർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ വഴക്ക് കൂടും, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കിടക്കും, ആ വ്യക്തിയെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും, ചീത്ത വിളിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അവർക്കത് 100ാമത്തെ ഉപകാരം ചെയ്തു കൊടുത്താൽ പോലും അവർക്ക് ഈ പറഞ്ഞ ഇതുവരെ ചെയ്ത ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു നന്ദി ഉണ്ടാവത്തില്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടാവത്തില്ല. അതവർ വാക്കിലും പ്രകടിപ്പിക്കത്തില്ല, പ്രവൃത്തിയിലും അവരുടെ നന്ദി പ്രകടിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ നല്ല മനസ്സുകൊണ്ട്, ഔദാര്യ ശീലം കൊണ്ട് ഇത്തരത്തിലുള്ള ലോ ക്വാളിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുമ്പോഴും ഇവർ കരുതുന്നത് അത് ആ വ്യക്തിയുടെ കടമയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് കിട്ടേണ്ടത് എൻ്റെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് അവരത് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു നന്ദി ഉണ്ടാവാതെ പോകുന്നത്. ഇനി രണ്ടാമതായിട്ട്, സ്വന്തം തെറ്റുകളുടെയും അല്ലെങ്കിൽ സ്വയം വരുത്തുന്ന പിഴവുകളുടെയും ഒന്നും ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കത്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പഴിയൊക്കെ മറ്റാരുടെയെങ്കിലും തലയിൽ ചുമത്തൂ എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെ ആയിരിക്കും അവർ ആ ഒരു മിസ്റ്റേക്കിന് ബ്ലെയിം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ പറയും അത് എൻ്റെ കയ്യിലത്തെ കുഴപ്പമൊന്നുമില്ല, മറ്റേ വ്യക്തി അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യേണ്ടി വന്നത്, അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല അവരുടെ കുറ്റമാണ്, അങ്ങനെ അവർ പറയത്തുള്ളൂ. അല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് 100% ഒരു തെറ്റ് വന്നെന്ന് അവർക്ക് മനസ്സിലായാലും അവർ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ സ്വയം അവർ ന്യായീകരിച്ച് അലക്കി വെളുപ്പിക്കും, മറ്റുള്ളവരെയൊക്കെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യും, അല്ലെങ്കിൽ അവരുടെ തലയിൽ അതിൻ്റെ ഒക്കെ പഴി ചുമത്തും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട്, നെഗറ്റിവിറ്റിയും ടോക്സിസിറ്റിയാണ്. നിലവാരം കുറഞ്ഞ ആളുകൾ എപ്പോഴും വളരെയധികം ടോക്സിക് ആയിരിക്കും, മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ എപ്പോഴും കടുത്ത അസൂയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരോടും കാരണമില്ലാതെ പോലും കടുത്ത അസൂയ വെച്ച് പുലർത്തുന്നവരാണ്. ആരും ഉയർന്നു പോകുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. തന്നെയല്ല എല്ലാ കാര്യത്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. പറന്നു പോകുന്ന കാക്കയ്ക്ക് വരെ അവർക്കൊരു 100 കുറ്റം പറയാനുണ്ടാവും. അപ്പോൾ അവർ ദോഷൈക ദൃക്കുകളാണ്, അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെക്കുറിച്ച് ആരെക്കുറിച്ച് ഇവർക്ക് നല്ലത് പറയാനുണ്ടാവില്ല, എല്ലാവരെക്കുറിച്ചും പരദൂഷണവും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവർ പറയുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ടോക്സിക് ആയിരിക്കും. ഒപ്പം തന്നെ അവർ വളരെയധികം നെഗറ്റീവ് ചിന്താഗതിക്കാരായിരിക്കും. അവർക്ക് ശുഭാപ്തി വിശ്വാസം എന്താണെന്ന് പോലും അറിയത്തില്ല, എല്ലാം മോശമായിട്ടേ സംഭവിക്കുകയുള്ളൂ, അങ്ങനെയാണ് അവരുടെ ചിന്താഗതി പോലും. ഇനി നാലാമായിട്ട്, താഴ്ന്ന നിലവാരമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് അവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കും. ഒന്നിനെക്കുറിച്ചും വിശാലമായിട്ടുള്ള ചിന്ത വെച്ച് പുലർത്താനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ വലിപ്പം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങളിൽ ഭ്രാന്തമായ രീതിയിൽ വിശ്വസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ചില തത്വസംഹിതകളായിരിക്കാം, ചില വിശ്വാസങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ മതഭ്രാന്തന്മാരൊക്കെ ആയിത്തീരുന്നത്. അത് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊന്നെടുക്കുന്നു, ദ്രോഹിക്കുന്നു. ഒരു ദൈവവും ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു ദൈവവും ഈ ഭൂമിയിലുള്ള മനുഷ്യരെ നശിപ്പിക്കാനായിട്ടുള്ള ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഒരു ദൈവവും പറയാൻ പോകുന്നില്ല. ഭൂമിയിലുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാർ തന്നെയാണ്. എന്നാൽ ഈ ഇടുങ്ങിയ ചിന്താഗതിക്കാർക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അവർ വിശ്വസിക്കുന്ന കാര്യം മാത്രമാണ് ശരി. അങ്ങനെ വിശ്വസിക്കാത്തവരെ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവരെ എല്ലാം അവർ ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിക്കാരൊക്കെ ശരിക്കും ലോ ക്വാളിറ്റി ആളുകൾ തന്നെയാണ്. ഇനി അഞ്ചാമായിട്ട്, ഈ ലോ ക്വാളിറ്റി ആളുകൾ ഭൂതകാലത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അവരൊരിക്കലും ഈ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പഴയതായിരുന്നു എല്ലാം നല്ലത്, അല്ലെങ്കിൽ പഴയ ആ ഒരു കാലമാണ് എല്ലാം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാനോ അത് എൻജോയ് ചെയ്യാനോ അവർക്കറിയത്തില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പുതിയ പദ്ധതികൾ ഉണ്ടാക്കാനോ ആ ഒരു ഫ്യൂച്ചർ കൂടുതൽ നല്ലതാക്കാനോ ഒന്നും അവർ ശ്രമിക്കത്തില്ല. മറിച്ച് അവരൊരു ഭൂതകാലത്തിൻ്റെ ഒരു ലൂപ്പിൽ എപ്പോഴും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും വളരെയധികം മടിയന്മാരായിരിക്കും. അവർ എപ്പോഴും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. പ്രോക്രാസ്റ്റിനേഷൻ അവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. അവരങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ ഭൂതകാലത്തിൻ്റെ മധുരസ്മരണകളും അയവെട്ടിയിരിക്കത്തേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല, മറ്റുള്ളവരെ എല്ലാ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും
നിരുത്സാഹപ്പെടുത്താനും ചെയ്യും. എന്നാൽ ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനും അവർ തയ്യാറാവത്തില്ല. മടിയന്മാരായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇനി ആറാമത്തെ ലാക്ക് ഓഫ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ലോ ക്വാളിറ്റി ആളുകൾ ഒരിക്കലും സ്വയം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അവർ വിചാരിക്കണം ഞാൻ എപ്പോഴും ബെസ്റ്റ് വേർഷനാണെന്നുള്ളതാണ്. എന്നാൽ അവർ ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. നമുക്കറിയാം ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമൊക്കെ ഫോണിൽ തന്നെ എപ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരും എല്ലാ ദിവസവും തങ്ങളെക്കുറിച്ച് തന്നെ ആത്മശോധന ചെയ്യണം. തങ്ങളിലെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടെത്തണം. തങ്ങൾക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം. ഇമ്പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ തന്നെ മാറ്റം വരുത്താനുണ്ട്, ഒരുപാട് നമ്മളൊക്കെ മെച്ചപ്പെടാനുണ്ട്. നമ്മുടെ ഒരുപാട് ബെസ്റ്റ് വേർഷനായിട്ട് ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഉണ്ടാകുമ്പോഴേ ബെസ്റ്റ് വേർഷനായിട്ടല്ല വരുന്നത്. നമ്മളൊരു നല്ല വ്യക്തിയായി മാറുന്നത് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നതാണ്, അത് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ പരിശ്രമമില്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ലോ ക്വാളിറ്റി ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഞാനെല്ലാം തികഞ്ഞ ആളാണ്, എനിക്ക് ഒരു കുറവുമില്ല, ഒരു കുറ്റവുമില്ല, മറ്റുള്ളവർക്കാണ് പ്രശ്നങ്ങളൊക്കെ, എൻ്റെ കയ്യിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിക്കുകയും സ്വന്തമായിട്ട് മെച്ചപ്പെടുത്താൻ ഒരിക്കലും പരിശ്രമിക്കുകയും ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇനി ഏഴാമായിട്ട് ഈ നിലവാരമില്ലാത്ത ആളുകളുടെ, ഈ ലോ ക്വാളിറ്റി മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് അവരൊരു കാര്യത്തിലും തൃപ്തരല്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും അസംതൃപ്തിയാണ്. അവർക്കൊന്നിനെക്കുറിച്ചൊരു തൃപ്തിയില്ല, അവർക്കൊന്നും അങ്ങ് പോരാ. അവർക്കുള്ള കാര്യങ്ങളെ ഓർത്തൊന്നും അവർക്ക് തൃപ്തിയില്ല. അവർക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത്, അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെ ഓർത്ത് എപ്പോഴും അസംതൃപ്തിയാണ്, എപ്പോഴും അവർക്ക് പരാതിയാണെന്നുള്ളതാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത അവരെ ജീവിതത്തിൽ നിന്നും വിജയസാധ്യതകളൊക്കെ ഒഴിവാക്കും എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ വിജയിക്കണമെങ്കിൽ റിസ്ക് എടുക്കണമല്ലോ. അപ്പോൾ അവർ റിസ്ക് എടുക്കാൻ ഒട്ടും തയ്യാറല്ല. വിജയികളാകണമെങ്കിൽ തീർച്ചയായിട്ടും റിസ്ക് എടുത്തേ തീരത്തുള്ളൂ. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് അതിസമ്പന്നരാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരുപാട് റിസ്ക് എടുക്കണം, അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കണം. എന്നാൽ ഇവരിങ്ങനെ പ്രയത്നിക്കാനും തയ്യാറല്ല, റിസ്ക് എടുക്കാനും തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒട്ടും ഉയർച്ച ഉണ്ടാകത്തില്ല. അവരൊരിക്കലും ജീവിത വിജയം കൈവരിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്പന്നരായിക്കൊള്ളട്ടെ ദരിദ്രരായിക്കൊള്ളട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ളവരും ഈ ഒരു സ്വഭാവ സവിശേഷതകളുള്ളവരും ഒക്കെ നിലവാരം കുറഞ്ഞ ആളുകൾ തന്നെയാണ്.